ഹായ് ഓൾ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ കെമിസ്ട്രിയിൽ നിന്ന് വരുന്ന ഒരു കൂട്ടം ചോദ്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ചുണ്ണാമ്പ് കല്ല് രാസപരമായി കാൽസ്യത്തിന്റെ ഡാഷ് ആണ്. ഓപ്ഷൻസ് ഇവിടെ കാണാം: കാർബണേറ്റ്, ക്ലോറൈഡ്, സൾഫേറ്റ്, ഓക്സൈഡ്. നിങ്ങളുടെ ഉത്തരം എല്ലാവരും ഇതിൻ്റെ ഒപ്പം ഉത്തരം കൂടി പറഞ്ഞു പോകാൻ ശ്രമിക്കുക. ചുണ്ണാമ്പ് കല്ല് എന്ന് ചോദിച്ചാലും അതുപോലെ തന്നെ മാർബിള് എന്ന് ചോദിക്കുകയാണെങ്കിലും, ഇനി മുട്ടത്തോട് എക്സെല്ല് എന്ന് ചോദിച്ചാലും അതുപോലെ ചോക്ക്, ഇതിലേത് ചോദിച്ചാലും ഒരു കൺഫ്യൂഷനും കൂടാതെ പഠിച്ചേക്കണം. ചുണ്ണാമ്പ് കല്ല്, മാർബിള്, മുട്ടത്തോട്, ചോക്ക് ഇതെല്ലാം രാസപരമായിട്ട് കാൽസ്യത്തിന്റെ കാർബണേറ്റ് ആണെന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ചുണ്ണാമ്പ് കല്ലായിക്കോട്ടെ, മാർബിൾ ആയിക്കോട്ടെ, മുട്ടത്തോടായിക്കോട്ടെ, ചോക്ക് ആയിക്കോട്ടെ, കാൽസ്യത്തിന്റെ കാർബണേറ്റ് ആണെന്ന് പഠിക്കുക. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാൽസ്യം കോമ്പൗണ്ട്സ് ഞാൻ പറഞ്ഞു തരട്ടെ. കാൽസ്യം ഓക്സൈഡ് എന്നറിയപ്പെടുന്ന പദാർത്ഥമാണ് നീറ്റുകക്ക എന്ന് നമ്മൾ വിളിക്കുന്നത്. അതിനെ തന്നെയാണ് ക്യുക്ലൈം. ഒരുപാട് തവണ കേരള PSC പല എക്സാംസിനായിട്ട് ചോദിച്ചിട്ടുള്ളതാ. LGS എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരെ മസ്റ്റായിട്ട് നോക്കി വെക്കണം. ക്യുക്ലൈം അല്ലെങ്കിൽ നീറ്റുകക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന പദാർത്ഥം ഏതാ? അത് കാൽസ്യത്തിന്റെ ഓക്സൈഡ് ആണ്. അതേ സ്ഥാനത്ത് ചുണ്ണാമ്പ് വെള്ളം എന്ന് നിങ്ങളോട് ചോദിച്ചാലും, അതുപോലെ തന്നെ മിൽക്ക് ഓഫ് ലൈം എന്ന് ചോദിച്ചാലും, ലൈം വാട്ടർ എന്ന് ചോദിച്ചാലും, കൂടെ സ്ലേക്കഡ് ലൈം എന്ന് ചോദിച്ചാലും, ആ ക്യുക്ലൈമും സ്ലേക്കഡ് ലൈമും മാറിപ്പോവരുതേ. ക്യുക്ലൈം ആണെങ്കിൽ കാൽസ്യം ഓക്സൈഡ് ആണ്. അതേ സ്ഥാനത്ത് സ്ലേക്കഡ് ലൈം എന്താണെന്ന് ചോദിച്ചാൽ CaOH2, അതായത് കാൽസ്യത്തിന്റെ ഹൈഡ്രോക്സൈഡ് ആണെന്ന് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ഇനി ജിപ്സം എന്നറിയപ്പെടുന്ന പദാർത്ഥം രാസപരമായിട്ട് എന്താണെന്നറിയോ? അത് കാൽസ്യത്തിന്റെ സൾഫേറ്റാ, CaSO4. ബട്ട് കാൽസ്യം സൾഫേറ്റ് ഡൈഹൈഡ്രേറ്റ് 2H2O ആണെന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. അതേ സ്ഥാനത്ത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നറിയപ്പെടുന്ന പദാർത്ഥം എന്താ എന്ന് ചോദിക്കാം. അതും കാൽസ്യം സൾഫേറ്റ് ആണ്. ബട്ട് കാൽസ്യം സൾഫേറ്റിന്റെ ഹെമിഹൈഡ്രേറ്റ് ആണ്, എന്ന് വെച്ചാൽ ½ ആണെന്നും നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ കണ്ടോ, മാറിപ്പോവരുതേ. ചുണ്ണാമ്പ് കല്ലായിക്കോട്ടെ, മാർബിൾ ആയിക്കോട്ടെ, മുട്ടത്തോടായിക്കോട്ടെ, ചോക്ക് ആയിക്കോട്ടെ, ഇതെല്ലാം കാൽസ്യത്തിന്റെ കാർബണേറ്റ് ആണ്. ഇനി നീറ്റുകക്ക എന്നോ ക്യുക്ലൈം എന്നോ ചോദിക്കുവാണെങ്കിൽ കാൽസ്യം ഓക്സൈഡ് ആണ്. ചുണ്ണാമ്പ് വെള്ളം, മിൽക്ക് ഓഫ് ലൈം, ലൈം വാട്ടർ. അപ്പൊ വാട്ടർ, വെള്ളം, മിൽക്ക് എന്നൊക്കെ കേൾക്കുമ്പോൾ അവിടെ ഈർപ്പത്തിന്റെ അംശം, അപ്പൊ അത് ഹൈഡ്രോക്സൈഡ്, സ്ലേക്കഡ് ലൈം അല്ലെ. ജിപ്സം സിമെന്റിന്റെ സെറ്റിംഗ് സമയം നിയന്ത്രിക്കാൻ വേണ്ടി ചേർക്കുന്ന രാസവസ്തുവാണ്. കാൽസ്യം സൾഫേറ്റ് 2H2O ഡൈഹൈഡ്രേറ്റ് ആണ്. അതേ സ്ഥാനത്ത് പ്ലാസ്റ്റർ ഓഫ് പാരീസ്, കൈകാലൊക്കെ ഒടിയുമ്പോൾ വച്ച് കെട്ടുന്നത്, അതിനൊപ്പം പ്രതിമകളും ശില്പങ്ങളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് രാസപരമായിട്ട് എന്താന്ന് ചോദിക്കാം. കാൽസ്യം സൾഫേറ്റ് ½ ആണെന്ന് പഠിക്കുക. നേരത്തേതിനെ ഡൈഹൈഡ്രേറ്റഡ് കാൽസ്യം സൾഫേറ്റ് എന്നും ഇതിനെ പകുതിയല്ലേ ഹെമിഹൈഡ്രേറ്റഡ് കാൽസ്യം സൾഫേറ്റും എന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? വിശേഷിപ്പിക്കുന്നു അല്ലെങ്കിൽ വിളിക്കുന്നു എന്ന് പഠിച്ചു വെക്കുക. അത് കാൽസ്യത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് അല്ലെങ്കിൽ കെമിക്കൽ നെയിംസ് ആണ് പറഞ്ഞത്, ഒന്ന് നോക്കി വെച്ചേക്കണേ. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കുറഞ്ഞ സ്ഥിരതയുള്ള മൂലകം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ഓപ്ഷൻസ് ഫ്രാൻസിയം, ക്ലോറിൻ, സീസിയം, ഫ്ലൂറിൻ. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ആറ്റം രാസപ്രവർത്തനത്തിൽ പങ്കെടുത്തിട്ട് സ്ഥിരത നേടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അഷ്ടകം പൂർത്തിയാക്കിയിട്ടാണ്. അപ്പോൾ എല്ലാ മൂലക ആറ്റങ്ങളും സ്ഥിരത നേടാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അല്ലേ. എങ്ങനെ സ്ഥിരത നേടാം? ഒക്ടറ്റ്, അതല്ലെങ്കിൽ അഷ്ടകം പൂർത്തിയാക്കിയിട്ട് ആറ്റങ്ങൾക്ക് സ്ഥിരത നേടാം. അഷ്ടകം പൂർത്തിയാക്കുക എന്ന് വെച്ചാൽ ആ ആറ്റത്തിന്റെ ബാഹ്യതമ ഷെല്ല് അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ല് എന്ന് വെച്ചാൽ ഏറ്റവും പുറത്തെ ഷെല്ല്, അവിടെ എന്ത് വേണം? 8 ഇലക്ട്രോൺ എന്ന് പറയുന്ന കണ്ടീഷൻ അച്ചീവ് ചെയ്യണം. 8 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ സ്റ്റേബിൾ ആറ്റം എന്ന് നമുക്ക് വിളിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ അങ്ങനെ അച്ചീവ് ചെയ്യാൻ കഴിയാത്ത ഒരു കൂട്ടം മൂലകങ്ങളും ഉണ്ട്. അവരുടെ കേസ് നമുക്ക് നോക്കാം. എന്തായാലും അവരാണ് അഷ്ടകം പൂർത്തിയാക്കുന്നവര് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി നേടുന്നവര്. എങ്ങനെയൊക്കെ അഷ്ടകം പൂർത്തിയാക്കാം? ചില ആറ്റങ്ങൾ രാസപ്രവർത്തനത്തിൽ പങ്കെടുത്തിട്ട് ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും. വേറെ ചില ആൾക്കാര് ഇലക്ട്രോണുകളെ സ്വീകരിക്കും. കൊടുക്കൽ വാങ്ങൽ പരിപാടിക്ക് കഴിയാത്ത ആൾക്കാര് തന്റെ ഇലക്ട്രോണുകളെ മറ്റ് ആറ്റങ്ങളുടെ ഇലക്ട്രോണുകളുമായി പങ്കുവെക്കും, അതല്ലെങ്കിൽ ഷെയർ ചെയ്യും. അങ്ങനെ ഇലക്ട്രോണുകളെ കൊടുത്തോ വാങ്ങിയോ
പങ്കുവച്ചുകൊണ്ടോ അഷ്ടകം പൂർത്തിയാക്കി മൂലക ആറ്റങ്ങൾക്ക് എന്ത് നേടാം? സ്ഥിരത നേടാം. ആ കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. ഇനി പീരിയോഡിക് ടേബിളിൽ നിലവിലുള്ള മൂലകങ്ങളിൽ കൊടുക്കൽ വാങ്ങലിനെ കുറിച്ച് പറയുവാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, രാസപ്രവർത്തനത്തിൽ പങ്കെടുത്തിട്ട് ഒരാറ്റം തന്റെ കയ്യിലുള്ള ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. അങ്ങനെ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ആണല്ലോ പോകുന്നത്. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ പോകുമ്പോൾ അവൻ പിന്നെ പോസിറ്റീവ് ചാർജുള്ള ആറ്റം അതല്ലെങ്കിൽ പോസിറ്റീവ് ചാർജുള്ള അയോൺ ആയിട്ട് മാറുന്നു. അങ്ങനെ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ പോസിറ്റീവ് ചാർജുള്ള അയോണും, ആറ്റം ഇലക്ട്രോണിനെ സ്വീകരിക്കുകയാണെങ്കിൽ, സ്വീകരിക്കുക എന്ന് വെച്ചാൽ നെഗറ്റീവ് ചാർജ് വന്നു കയറുന്നു, നെഗറ്റീവ് വരുന്നു, അപ്പോൾ നെഗറ്റീവ് അയോണുമായിട്ട് മാറുന്നു. ആറ്റത്തിന് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേര്, കൊടുത്താൽ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ട് മാറുന്നത് കൊണ്ട് ഇലക്ട്രോ പോസിറ്റിവിറ്റി. അതുപോലെ ഒരു ആറ്റത്തിന് ഇലക്ട്രോണിനെ സ്വീകരിക്കാനുള്ള കഴിവിനെ വിളിക്കുന്ന പേര്, വാങ്ങിയാൽ നെഗറ്റീവ് അയോണായിട്ട് മാറുന്നത് കൊണ്ട് അതിനെ ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഇതേ കാണുന്നുണ്ടോ? ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പിന്റെ മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടിക്കൂടി വരും. പിരീഡിന്റെ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിക്കൂടി വരും. ഗ്രൂപ്പിൽ ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടുക എന്ന് വെച്ചാൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയുമല്ലോ. പിരീഡില് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുക എന്ന് വെച്ചാൽ പോസിറ്റിവിറ്റി കുറയുമല്ലോ. പോസിറ്റിവിറ്റിയുടെ ഓപ്പോസിറ്റ് അല്ലേ നെഗറ്റിവിറ്റി. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് കൂടിയാൽ അവിടെ മറ്റേത് കുറഞ്ഞല്ലേ പറ്റുള്ളൂ. യെസ്. അപ്പോ ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ആർക്കാണ് എന്ന് ചോദിച്ചാൽ അത് ഫ്രാൻസിയത്തിനാണെന്ന് പഠിക്കുക. ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടിയ സ്ഥിരതയുള്ള മൂലകം ഏതാണ് എന്ന് ചോദിച്ചാൽ സീഷ്യം ആണെന്ന് പഠിക്കുക. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കുറവ് ആർക്കാണെന്ന് ചോദിച്ചാൽ ഫ്ലൂറിൻ ആണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ മോസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ് ഫ്രാൻസിയം. ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടിയ സ്ഥിരതയുള്ള മൂലകം ചോദിച്ചാൽ സീഷ്യം. ഫ്രാൻസിയത്തിന് സ്ഥിരതയില്ല കേട്ടോ. ഇലക്ട്രോ പോസിറ്റിവിറ്റി കുറഞ്ഞ മൂലകം ചോദിച്ചാൽ ഫ്ലൂറിൻ. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇലക്ട്രോ പോസിറ്റിവിറ്റി അല്ല, ഇതിന്റെ ഓപ്പോസിറ്റ് കേസാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. എടാ, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ആർക്കെന്ന് ചോദിച്ചാൽ ഫ്ലൂറിൻ ആണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കുറവ് ആർക്കെന്ന് ചോദിച്ചാൽ ഫ്രാൻസിയത്തിനാണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞ സ്ഥിരതയുള്ള മൂലകം ഏതാ എന്ന് ചോദിക്കുമ്പോൾ സീഷ്യം ആണെന്നും പഠിക്കുക. ഇത് മൂന്നും മാറിപ്പോവരുതേ. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ കുറെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കൂടിയാണ് ഇതിനെ കണക്ട് ചെയ്ത് പഠിച്ചത്. രണ്ടാമത്തെ ചോദ്യത്തിന്റെ കൂടെ വേറെയും ഒരു 10-12 ഫാക്ട്സ് പഠിച്ചു. ആറ്റം ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തോ വാങ്ങിക്കൊണ്ടോ പങ്കുവച്ചോ സ്ഥിരത നേടാം, അഷ്ടകം പൂർത്തിയാക്കാം. കൊടുക്കാനുള്ള കഴിവ് പോസിറ്റിവിറ്റി, കാരണം കൊടുത്താൽ പോസിറ്റീവ് അയോണാകും. വാങ്ങാനുള്ള കഴിവ് നെഗറ്റിവിറ്റി, കാരണം വാങ്ങിയാൽ നെഗറ്റീവ് അയോണായിട്ട് മാറും. ഗ്രൂപ്പിൽ പോസിറ്റിവിറ്റി കൂടിക്കൂടി വരും, നെഗറ്റിവിറ്റി കുറഞ്ഞു വരും. പിരീഡില് പോസിറ്റിവിറ്റി കുറഞ്ഞു വരുന്നു, നെഗറ്റിവിറ്റി കൂടിക്കൂടി വരുന്നു. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ഫ്രാൻസിയം, അത് അസ്ഥിരമാണ്. ഏറ്റവും കൂടിയ സ്ഥിരതയുള്ള മൂലകം സീഷ്യം, അത് അത്യാവശ്യം സ്റ്റേബിൾ ആണ് അല്ലെ, സ്ഥിരതയുണ്ട്. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കുറവ് ഫ്ലൂറിൻ. അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ ഫ്ലൂറിൻ, നെഗറ്റിവിറ്റി കുറഞ്ഞ സ്ഥിരതയുള്ള മൂലകം സീഷ്യം, നെഗറ്റിവിറ്റി ഏറ്റവും കുറവ് ഫ്രാൻസിയം. ചോദ്യത്തിന്റെ ഉത്തരം ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കുറഞ്ഞ സ്ഥിരതയുള്ള മൂലകം ഏത്? രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം സി ആണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും കരുതുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 2 ആണെങ്കിലും കണക്റ്റഡ് ഫാക്ടുകൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. ഇനി നിത്യജീവിതത്തിലെ രസതന്ത്രം, അതുപോലെ ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും എന്ന ഭാഗത്ത് നിന്നാണ് ഹോസ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന റബ്ബർ ഈ തന്നിരിക്കുന്നതിലേത്? നിയോപ്രിൻ, SBR, ഐസോപ്രിൻ, തയോക്കോൾ. ഏതായിരിക്കും? ശരിക്കും ഓസോൺ വാതകത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ളത് ഏതാ എന്ന് ചോദിച്ചാൽ സ്റ്റൈറീൻ ബ്യൂട്ടാഡൈൻ റബ്ബർ ആണ്. അതിനെയാണ് നമ്മളിത് ഇങ്ങനെ എഴുതും. SBRന്റെ പൂർണ്ണ രൂപമാണ് കേട്ടോ, സ്റ്റൈറീൻ ബ്യൂട്ടാഡൈൻ റബ്ബർ. SBR ഓസോണിനെ പ്രതിരോധിക്കാനുള്ള കഴിവ്. ടയറുകളും ചെരുപ്പുകളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്, കാരണം ഘർഷണബലം കൂടുതലാണ്, അങ്ങനെ പെട്ടെന്നൊന്നും പൊട്ടിപ്പോകുന്നില്ല, അത്യാവശ്യം കടുപ്പമുള്ളത് കൊണ്ട് ടയറുകളും ചെരുപ്പുകളും ഒക്കെ നിർമ്മിക്കാൻ SBR ഉപയോഗിക്കാം. ഇനി പ്രകൃതിദത്ത റബ്ബർ എന്തിന്റെ പോളിമർ ആണെന്ന് ചോദിക്കാം. നാച്ചുറൽ റബ്ബർ രാസപരമായിട്ട് എന്താണ്? പ്രകൃതിദത്ത റബ്ബർ ചോദിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം, അത് ഐസോപ്രിന്റെ പോളിമർ ആണ്. എന്നാൽ ആദ്യത്തെ
കൃത്രിമ റബ്ബർ ഏതാ എന്ന് ചോദിക്കാം. ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ റബ്ബർ ഏതാണെന്ന് ചോദിക്കാം. ന്യൂ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഓർത്തു വെക്കാം ഏതാ, അത് നിയോപ്രിൻ ആണ്. ഇപ്പൊ നാച്ചുറൽ റബ്ബർ ചോദിച്ചാൽ ഐസോപ്രിൻ ആണെന്നും ആദ്യത്തെ കൃത്രിമ റബ്ബർ ചോദിക്കുവാണെങ്കിൽ നിയോപ്രിൻ ആണെന്നും പഠിക്കുക. ഇനി തൈ ഉണ്ടല്ലോ, തൈ വളർന്നാണല്ലോ ചെടിയാവുന്നത്. തൈകളൊക്കെ നനയ്ക്കാനായിട്ട് കോമൺ ആയിട്ട് നമ്മൾ പൈപ്പിൽ ഹോസ് കണക്ട് ചെയ്യില്ലേ, ഹോസ് കണക്ട് ചെയ്തിട്ടല്ലേ തൈ നനയ്ക്കുക. അപ്പൊ തയോക്കോൾ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു, ഹോസ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്ന് പഠിക്കുക. മാറിപ്പോവരുതേ. അപ്പൊ ഹോസ് നിർമ്മിക്കാൻ, ഹോസ് എന്ന് പറയുമ്പോൾ ഇച്ചിരി സ്റ്റൈലിഷ് ആയിട്ട് പറഞ്ഞതാ. നമ്മൾ വീട്ടിൽ കൊളോക്കിയലി പറയില്ലേ, ഓസ് ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന ഓസ്, അത് തന്നെ. ഹോസുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് തയോക്കോൾ. ഹോസ് ഉപയോഗിച്ച് തൈ നനയ്ക്കാം. അതുപോലെ ഓസോണിനെ പ്രതിരോധിക്കുന്നത് ചെരുപ്പുകളും ടയറുകളും നിർമ്മിക്കാൻ സ്റ്റൈറീൻ ബ്യൂട്ടാഡൈൻ റബ്ബർ SBR. പ്രകൃതിദത്ത റബ്ബർ എന്തിന്റെ പോളിമർ ആണെന്ന് ചോദിക്കാം, അത് ഐസോപ്രിൻ. ആദ്യത്തെ കൃത്രിമ റബ്ബർ ഏതാ എന്ന് ചോദിക്കാം, അത് നിയോപ്രിൻ. അപ്പൊ ഈ തന്നിരിക്കുന്ന നിയോപ്രിൻ ആയിക്കോട്ടെ, SBR ആയിക്കോട്ടെ, തയോക്കോൾ ആയിക്കോട്ടെ, ഇതൊക്കെ കൃത്രിമ റബ്ബറുകളാണ്. ഐസോപ്രിൻ എന്ന് പറയുന്നത് നാച്ചുറൽ റബ്ബറിന്റെ മോണോമർ ആണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. ഐസോപ്രിന്റെ പോളിമർ ആണ് നാച്ചുറൽ റബ്ബർ. നമ്മുടെ ലാറ്റക്സ് ഉണ്ടല്ലോ, യെസ്. അപ്പൊ ഇതിനെ കണക്ട് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളും കൂടി പറഞ്ഞു തരാം, ഒരിക്കലും മാറിപ്പോതെ പഠിക്കണം. റബ്ബർ സംസ്കരണത്തിന് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ റബ്ബർ പാല് കട്ടിയാക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ആസിഡ് ആണെന്ന് ചോദിക്കാം, ഫോമിക് ആസിഡ് ആണെന്ന് പഠിക്കുക. ഫോമിക് ആസിഡ് തന്നെ അറിയപ്പെടുന്ന പേരാണ് മെഥനോയിക് ആസിഡ്. മാറിപ്പോവരുതേ. അതിനെ ഇങ്ങനെ ചോദിക്കും, റബ്ബർ സംസ്കരണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ഏത്, അതല്ലെങ്കിൽ റബ്ബർ പാല് കട്ടിയാക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏത്, ഫോമിക് ആസിഡ്. എന്നാൽ റബ്ബറിനൊപ്പം സൾഫർ ചേർത്ത് ചൂടാക്കിയാൽ റബ്ബറിന്റെ കാഠിന്യം ആയിക്കോട്ടെ, പിന്നെ അതിൻ്റെ ബൗൺസിങ് ആയിക്കോട്ടെ, ഇലാസ്റ്റിസിറ്റി ആയിക്കോട്ടെ, ഇതൊക്കെ വർദ്ധിപ്പിക്കാം. അപ്പൊ റബ്ബറിന്റെ കാഠിന്യം, ബൗൺസിങ്, ഇലാസ്തികത തുടങ്ങിയ ഭൗതിക ഗുണങ്ങൾ വർദ്ധിപ്പിക്കാൻ റബ്ബറിനൊപ്പം സൾഫർ ചേർത്ത് ചൂടാക്കുന്ന പ്രക്രിയ എന്താ, നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. അതിന് വിളിക്കുന്ന പേരാണ് വൾക്കനൈസേഷൻ. എടാ, വൾക്കനൈസേഷൻ എന്ന് പറയുന്ന ഈ പ്രവർത്തനം കണ്ടെത്തിയത് അല്ലെങ്കിൽ പ്രക്രിയ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിക്കാം, അത് ചാൾസ് ഗുഡിയർ ആണെന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. എന്താണ്? ചാൾസ് ഗുഡിയർ. കണ്ടോ? അപ്പോൾ വൾക്കനൈസേഷൻ കഴിഞ്ഞ് അല്ലെങ്കിൽ സൾഫർ ചേർത്ത് ചൂടാക്കിയ റബ്ബർ എന്ത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിക്കാം. അതിനെ നമ്മൾ വൾക്കനൈസ്ഡ് റബ്ബർ എന്ന് വിളിക്കും. റബ്ബർ പാല് കട്ടിയാക്കാൻ ഫോമിക് ആസിഡ്, മെഥനോയിക് ആസിഡ്, റബ്ബറിനൊപ്പം സൾഫർ ചേർത്ത് ചൂടാക്കുന്ന പ്രക്രിയ വൾക്കനൈസേഷൻ. വൾക്കനൈസേഷൻ കഴിഞ്ഞതിനെ വൾക്കനൈസ്ഡ് റബ്ബർ എന്ന് വിളിക്കും, സൾഫർ ചേർത്ത് ചൂടാക്കിയത്. ചുവന്നുള്ളിയിലുള്ള ആസിഡ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലാക്റ്റിക് ആസിഡ്, സൾഫോണിക് ആസിഡ്, സിട്രിക് ആസിഡ്, സൾഫേനിക് ആസിഡ്. നിങ്ങളുടെ ഉത്തരം എന്താണ്? അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. നോക്കൂ, ബനാന വാഴപ്പഴം ആയിക്കോട്ടെ, ഓണിയൻ ചുവന്നുള്ളി ആയിക്കോട്ടെ, ടൊമാറ്റോ തക്കാളി ആയിക്കോട്ടെ, ചോക്ലേറ്റ്, പിന്നെ പെപ്പർ കുരുമുളക് ആയിക്കോട്ടെ, ഇതിനെയാണ് ബോട്ട് CP എന്ന് നിങ്ങൾക്ക് ഓർത്തു വെക്കാം. ഇതിലെല്ലാം വളരെ കോമൺ ആയിട്ട് അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാ എന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാവരും പഠിക്കുന്നതാണ് ഓക്സാലിക് ആസിഡ്. ആ ക്വസ്റ്റ്യൻ തന്നെ പഴങ്ങളിലും പച്ചക്കറികളിലും സർവ്വസാധാരണമായി അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് എന്ന് ചോദിക്കുമ്പോഴും നമ്മൾ എന്ത് ഉത്തരം കൊടുക്കും? ഓക്സാലിക് ആസിഡ്. ഓർത്തു വെക്കുക. ഇനി ഇത് കൂടാതെ ഓക്സാലിക് ആസിഡ് ഓപ്ഷനിലില്ലല്ലോ. ചുവന്നുള്ളിയിലുള്ള ആസിഡ് ഏതാ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും പഠിച്ചു വെക്കേണ്ട ഉത്തരം നാലാമത്തെ ചോദ്യത്തിൻ്റെത് D ആണ്, സൾഫേനിക് ആസിഡ് ആണ്. ഏതാണ്? സൾഫേനിക് ആസിഡ്. ഇത് മാറിപ്പോവാൻ പാടില്ല. ഡിറ്റർജന്റിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണെന്ന് നിങ്ങളോട് ചോദിക്കും. ഡിറ്റർജന്റിൽ എൻ്റെ ഫോണ് ഡിറ്റർജന്റിൽ വീണോ, ഇതാണ് പിള്ളേർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കോഡ്. അങ്ങനെ ഓർത്തു വെക്കുക, ഫോണ് ഡിറ്റർജന്റ് വീണോ, സൾഫോണിക് ആസിഡ്. എടാ, അപ്പോൾ ചുവന്നുള്ളി, ബനാന, ഒണിയൻ, ടൊമാറ്റോ, ചോക്ലേറ്റ്, പെപ്പർ. ചുവന്നുള്ളി ആയിക്കോട്ടെ, ബനാന ആയിക്കോട്ടെ, തക്കാളി, കുരുമുളക്, പിന്നെ ചോക്ലേറ്റ് ആയിക്കോട്ടെ, ഇതിലെല്ലാം ഓക്സാലിക് ആസിഡ് ഉണ്ട്. പഴങ്ങളിലും പച്ചക്കറികളിലും ഓക്സാലിക് ആസിഡ് ആണ്. അതല്ലാതെ ചുവന്നുള്ളി ചോദിക്കുമ്പോൾ സൾഫേനിക് ആസിഡ് നിങ്ങൾ പഠിക്കുക. ഡിറ്റർജന്റിൽ അടങ്ങിയിരിക്കുന്നത് സൾഫോണിക് ആസിഡ് ആണെന്ന് പഠിക്കുക. ഇത് തമ്മിൽ മാറിപ്പോകരുത്. പിന്നെ ലാക്റ്റിക് ആസിഡ് അറിയാലോ, പാൽ ഉൽപ്പന്നങ്ങൾ, പേശികൾ, മസിൽസ്, ഇതിലെല്ലാം ലാക്റ്റിക് ആസിഡ് ആണ്. സിട്രിക് ആസിഡ് അറിയാലോ, ഓറഞ്ച്, നാരങ്ങ തുടങ്ങിയ സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിലെല്ലാം എന്ത് തന്നെയാണ്? സിട്രിക് ആസിഡ് ആണ്. സിട്രിക് ആസിഡിനെ നമുക്ക് ബെൻസോയിക് ആസിഡ്, സോർബിക് ആസിഡ്, അസിറ്റിക് ആസിഡ്, ഇതിനൊപ്പം
പ്രിസർവേറ്റീവായിട്ടും എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. കണ്ടോ, ബെൻസോയിക് ആസിഡ് ആയിക്കോട്ടെ, സോർബിക് ആസിഡ് ആയിക്കോട്ടെ, അസറ്റിക് ആസിഡ് ആയിക്കോട്ടെ, ഇതെല്ലാം ഫുഡ് പ്രിസർവേറ്റീവുകളാണ്. ഭക്ഷ്യവസ്തുക്കൾ കേടാകാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ്. അതിനൊപ്പം നമുക്ക് ഏതും ചേർക്കാം, സിട്രിക് ആസിഡും ഉപയോഗിക്കാം. സിട്രിക് ആസിഡും ഒരു ഫുഡ് പ്രിസർവേറ്റീവ് ആണെന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കുറവാണ്, ബട്ട് കണക്റ്റഡ് ഫാക്റ്റുകൾ കൂടുതലാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. ബൈ.